സ്നേഹിക്കട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജ3 അപ്പം എല്ലാവർക്കും ഇന്നെൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിരിക്കുന്നത് ബൈബിൾ വായിക്കാനാണ്. അപ്പം എനിക്ക് പഠിച്ചൊരു ബൈബിളാണ്. അപ്പം ഞാൻ വായിക്കാം. അപ്പം ലൂക്ക 6 കേട്ടോ വായിക്കുന്നത്. അത് സിമ്പിൾ ഇതാണ്. നമുക്കൊരു നോക്കാം. ഇങ്ങനെ സിമ്പിൾ നമുക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് ബൈബിൾ വായിക്കാം. അപ്പം പിന്നെ ലൂക്ക 6 രോഗികളെ സുഖപ്പെടുത്തുന്നു. 17 മുതൽ വാക്യം. അവൻ അവരോട് ഇറങ്ങി സമുദ്രത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനു രോഗശാന്തി നേടുന്നതിനും യൂദ, ജെറുസലേം എന്നിവിടങ്ങളിൽ സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ വന്നു വലിയ ജനസമൂഹം അവിടെ ഒരുമിച്ച് കൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തു. എന്തെന്നാൽ അവനിൽ നിന്നു ശക്തി പുറപ്പെടും. എല്ലാവരും സുഖപ്പെടുത്തിയിരുന്നു. അവൻ ശിഷ്യന്മാരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുൾ ചെയ്തു, ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പു സഹിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യനിമിത്തം നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളിക്കുകയും അപഹസിക്കുകയും നിങ്ങളുടെ പേര് ദൂഷിച്ചതായിരിക്കരുത് തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ, സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. പ്രീതിഫലം വലുതായിരിക്കും. അവിടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ച കന്മാന്മാരുടെ ഈ പ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ സംഭവിക്കുന്നവരെ നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്കു ലഭിക്കും. കഴിഞ്ഞപ്പോഴും സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങൾ വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾ ദുഃഖിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവിടെ പിതാക്കന്മാർ വലിയ പ്രവാചകന്മാരുടെ അങ്ങനെ ന്യായം ചെയ്തു. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണേ.